ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലാണ്. പേര് പോലെ തന്നെ ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ള 3 പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും മറ്റ് പല ക്ഷേത്രങ്ങളിലെയും പോലെ ദേവിക്കാണ് പ്രാധാന്യവും പ്രശസ്തിയും. ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വളരെ നല്ല തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീമൂലസ്ഥാനത്തെ ഗണപതിക്ക് വലിയ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പൂജയാണ് മംഗല്യപൂജ. വിവാഹം നടക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ വന്ന് മംഗല്യപൂജ നടത്തിയാൽ വിവാഹം നടക്കുക എന്നാണ് ഐതിഹ്യം. മംഗല്യപൂജ നടത്തുന്നത് ഗണപതിക്കാണ്. കദളിപ്പഴം, അപ്പം, അട, പായസം എന്നിവ നിവേദിച്ച് നടത്തുന്ന വഴിപാടാണ് മംഗല്യപൂജ. മംഗല്യപൂജ സമയത്ത് ഗണപതി ഭഗവാന്റെ തിരുനട തുറന്ന് ദർശനം നൽകും. സാധാരണ ഗണപതിയുടെ വലതുവശത്തുള്ള കിളിവാതിലൂടെയാണ് നമ്മൾ ദർശനം നടത്താറുള്ളത്. വെള്ളി, ഞായർ, ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ് ഇവിടെ മംഗല്യപൂജ നടത്താറുള്ളത്.